ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം ഗ്യാസുകളുടെ ഒരു ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഗ്യാഷ്യസ് ഫോമിലുള്ള എലമെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഗ്യാഷ്യസ് ഫോമിലുള്ള മോളിക്യൂളുകളും ഉണ്ടെന്ന് നമുക്കറിയാം. ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർക്കിടയിലുള്ള സ്പേസ് അല്ലെ, ഇൻ്റർ മോളിക്കുലാർ സ്പേസ്, അവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന സ്പേസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനൊക്കെ കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഗ്യാസുകളെ പറ്റിയിട്ട് പറഞ്ഞൊരു തിയറിയുടെ പേരാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി. കൈനറ്റിക് മോളിക്കുലാർ തിയറി പറഞ്ഞതാരൊക്കെയാണ്? അത് മാക്സ്വെല്ലും ബോൾട്സ്മാനും കൂടെയാണ്. അവരെന്താ പറഞ്ഞത്? ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലേ, മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അവരുടെ മൊത്തം വോളിയം എടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു വലിയ വോളിയത്തിൽ ഗ്യാസ് ഇരിക്കുകയാണെങ്കിൽ പക്ഷേ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എടുത്താൽ അത് വളരെ കുറച്ചായിരിക്കും. അതായത് മൊത്തം വോളിയം ഓഫ് ഗ്യാസ് എടുത്താൽ അതിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കുറച്ചളവിലേ ഉണ്ടാകത്തുള്ളൂ, ബാക്കി മൊത്തം ഫ്രീ സ്പേസ് ആയിരിക്കും. ഈ ഫ്രീ സ്പേസിലൂടെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവർ പരസ്പരവും കൂട്ടിയിടിക്കാം, ഈ പറയുന്ന ഗ്യാസ് ഇരിക്കുന്ന കണ്ടെയ്നറിലോട്ടും കൂട്ടിയിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡിസ്കസ് ചെയ്തു. അതിന് ഈ പറയുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കിൾസ് പരസ്പരം മൂവ് ചെയ്യുന്ന വേഗത എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ പഠിച്ചു അല്ലെ. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയുള്ള ഗ്യാസിൻ്റെ രണ്ട് പ്രോപ്പർട്ടിയെ പറ്റി നമ്മളവിടെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഗ്യാസിൻ്റെ വോളിയം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന് ഏത് കണ്ടെയ്നറിലാണോ ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കുന്നത് ആ പാത്രത്തിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി എത്രയാണോ അതിനകത്തായിരിക്കും ഈ പറയുന്ന ഗ്യാസ് ഇരിക്കുന്നത് അല്ലേ. 1 ലിറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാപ്തി എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. 2 ലിറ്ററിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 2 ലിറ്റർ ആയിട്ട് മാറും. സോ എത്രത്തോളം സ്പേസ് എടുക്കാൻ പറ്റും അത്രത്തോളം സ്പേസ് മാക്സിമം ഇരുന്നായിരിക്കും ഗ്യാസ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ഗ്യാസിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. ഗ്യാസിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ പറയുന്ന വോളിയം ഓഫ് ദ കണ്ടെയ്നർ എടുത്താൽ മതി, ഗ്യാസിൻ്റെ വോളിയം കിട്ടും. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ കണ്ടെയ്നറിൽ നമ്മൾ പറയുന്ന വോളിയം എന്ന് പറയുന്നത് നമുക്ക് മീറ്റർ ക്യൂബിൽ പറയും സ്റ്റാൻഡേർഡായിട്ട്, അല്ലെങ്കിൽ പറയുന്നത് ലിറ്ററിലായിരിക്കും അല്ലേ. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 ലിറ്ററിന് ഈക്വലാന്നുള്ള കാര്യവും അതെങ്ങനെ വരും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി വരുന്ന രണ്ട് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഗ്യാസിൻ്റെ പ്രഷറും മറ്റൊന്ന് ടെമ്പറേച്ചറും. സത്യം പറഞ്ഞാൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, എങ്കിലും നമ്മളിതൊന്ന് മനസ്സിലാക്കി പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പോൾ നോക്കടാ, എന്തുവാടാ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗ്യാസ് എന്ന് പറയുന്ന ആൾ, ഓക്കെ, ഗ്യാസ് എന്ന് പറയുന്ന ആൾ ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് പരസ്പരം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ്മെൻറ്റിലായിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉറപ്പായിട്ടും ഈ പറയുന്ന അതിരിക്കുന്ന പാത്രത്തിൻ്റെ വാൾസ് അതിൻ്റെ ചുറ്റുമുള്ള ആ പറയുന്ന ഭാഗത്ത് വന്ന് ഇടിക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടിക്കുന്ന സമയത്ത് അവിടെ എന്ത് കൊടുക്കുന്നുണ്ടാവും? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവൂലേ? ഉണ്ടാവും. അപ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എടുത്താൽ, ഒരു ചെറിയ ഭാഗം നമ്മൾ എടുത്താൽ ആ ഭാഗത്ത് ഇപ്പോൾ എത്രത്തോളം ഫോഴ്സാണ് കൊടുക്കുന്നത്? ആര് കൊടുക്കുന്നത്? ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് കൊടുക്കുന്നത്. ഇതിനെയാണ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഗ്യാസിൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഇതൊരു ചുവരാന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഒരു ചുവര. ഇതിൽ ഒരാൾ വന്നിരുന്ന് തള്ളുന്നു, 2 ആൾ വന്ന് തള്ളുന്നു, 3 ആൾ വന്ന് തള്ളുന്നു. നമുക്കറിയാം ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും ഇവർ കൊടുക്കുന്ന ഫോഴ്സും കൂടുതലായിരിക്കും. ഇതുപോലെ ഈ ആൾക്കാർക്ക് പകരം ഒരു വാൾ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ആ വാളിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് വന്നിടിക്കുന്നു എന്ന് വിചാരിക്കുക. സോ എത്രത്തോളം ഗ്യാസ് മോളിക്യൂൾസ് വന്നിവിടെ ഇടിക്കുന്നു അത്രത്തോളം അവിടെ കൂടുതൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണ്, ഇത്രയും ഉള്ളൊരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ ഒരു സമയത്ത് എത്രത്തോളം ഫോഴ്സാണ് വന്ന് ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അവിടുത്തെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് അവിടെ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, മൊത്തം ഏരിയ, യൂണിറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഭാഗം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊത്തം ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാൻ ഒരു സർഫസിൽ, അതായത് നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ നമ്മൾ മൊത്തം ഏരിയ എടുക്കും. ഓക്കെ, മൊത്തം ഏരിയ എടുക്കും. ഏരിയ അവിടെ ആക്ട് ചെയ്ത മൊത്തം ഫോഴ്സും എടുക്കും, എഫ്. അപ്പോൾ മൊത്തം ഫോഴ്സിനെ മൊത്തം ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൽ അല്ലേ ഏരിയയിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇത്രയുള്ള സംഭവം മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രഷർ എന്ന് വെച്ചാൽ എന്താ? ഗ്യാസ് മോളിക്യൂളുകൾ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മോഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഗ്യാസിൻ്റെ മോളിക്യൂളുകൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും? ഇവർ വന്ന് കൊളൈഡ് ചെയ്യും, പരസ്പരം കൊളൈഡ് ചെയ്യും. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ പഠിച്ചു അല്ലേ എന്താണത്? ഇലാസ്റ്റിക് കൊളീഷനാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന തമ്മിൽ തട്ടുമ്പോൾ അവർ എനർജി നഷ്ടപ്പെടുത്തുന്നുമില്ല, എനർജി അവർ വാങ്ങുന്നുമില്ല. സോ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ത് പറ്റും? വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ടും ഇവർ ഇടിക്കും.
ഇവർ വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ടോ എന്ത് ചെയ്യും വന്ന് കൂട്ടിയിടിക്കും. ഇതാ ഇവിടെ കണ്ടോ. ഇപ്പോൾ ഇതൊരു വോളിയമാണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് മോളിക്യൂളുകളുണ്ട്. ഈ മോളിക്യൂളുകൾ ഒരിക്കലും ചുമ്മാ ഇരിക്കത്തില്ല. ഇത് എന്ത് ചെയ്യും? ഇത് പോയിട്ട് ഈ പറയുന്ന വാളുകളിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? പരസ്പരം അങ്ങോട്ടും എല്ലാ വാൾസിലും ഇടിക്കും. അങ്ങനെയുള്ള ഒരു വാൾ മൊത്തം നമ്മൾ എടുത്തു. അതിൻ്റെ മൊത്തം ഏരിയ ഞാൻ എ എന്ന് വിളിച്ചു. ഇവിടെ വന്ന് ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സിനെ ഞാൻ എഫ് എന്ന് വിളിച്ചെങ്കിൽ അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? മൊത്തം ഫോഴ്സ് ഡിവൈഡഡ് ബൈ മൊത്തം ഏരിയ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സിന് ബലം എന്നല്ലേ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ബലം ബൈ എന്താണ്? ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പ്രഷർ കിട്ടും. കണ്ടോ? സോ ഡ്യൂ ടു ദ കൊളീഷൻ എന്താ പറ്റുന്നത്? എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സർഫസ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ നോക്കിയാൽ ഗ്യാസിൻ്റെ പ്രഷർ എന്ന് വെച്ചാൽ എന്താ? ഗ്യാഷ്യസ് പ്രഷർ, ഗ്യാസിൻ്റെ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ. അങ്ങനെ ഒരു യൂണിറ്റ് സർഫസ് ഏരിയ വരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവിനെയാണ് പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഓർ പി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പറയുന്ന ഒരു സോഡ ക്യാൻ എടുത്തു. സോഡ ക്യാൻ എന്ന് വെച്ചാൽ നമ്മൾ പെപ്സിയും കൊക്കക്കോളയൊക്കെ ക്യാനി കിട്ടത്തില്ലേ? ആ ക്യാൻ ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു അല്ലേ? അത് ഭയങ്കര പ്രസ് ചെയ്യാൻ, നമുക്കിങ്ങനെ പൊട്ടാതിരിക്കുമ്പോൾ അത് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ പൊട്ടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഗ്യാസ് മൊത്തം എസ്കേപ്പ് ആവും. അപ്പോൾ എന്ത് പറ്റും? പുറത്തോട്ടുണ്ടായിരുന്ന അല്ലെ ഈ ഗ്യാസിൻ്റെ ഈ പറയുന്ന കുപ്പിക്കകത്ത് ഗ്യാസ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഫോഴ്സ് ഇല്ലാതാവുന്നു. സോ ആ കുപ്പി എന്ത് ചെയ്യും? ഈസി ആയിട്ട് പ്രസ് ആവും. നമ്മൾ ബിസ്ലറി വെള്ളം വാങ്ങിച്ചാൽ മതി, നമ്മൾ സാധാരണ നമ്മുടെ മിനറൽ വാട്ടർ കുപ്പി നല്ല കട്ടിയായിരിക്കും. പക്ഷേ വൺസ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ഇതിനകത്ത് ഈ പ്രഷർ ചെയ്ത് വെച്ചേക്കുന്ന, അപ്പോൾ തന്നെ ഞാൻ വാക്ക് പറഞ്ഞു അല്ലേ, മർദ്ദം, പ്രഷർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്യാസ് എസ്കേപ്പ് ആകുമ്പോൾ എന്ത് പറ്റും? ആ കുപ്പി ചുളുങ്ങും. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പരസ്പരം ഓപ്പോസിറ്റായിട്ട് അകത്ത് നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഫോഴ്സ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രഷർ എന്ന് വെച്ചാൽ ഒരു ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് അതിൻ്റെ മോളിക്യൂളുകൾ അതിൻ്റെ വാളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇവിടെ പ്രഷറിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫോർമുല അറിയാം അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾ പറയും ന്യൂട്ടൺ ആണ് സാറേ എന്ന് പറയും. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയും മീറ്റർ സ്ക്വയർ ആണെന്ന് പറയും. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയല്ലല്ലോ, ടെക്സ്റ്റ് ബുക്ക് ഇത് എഴുതി വെച്ചേക്കുന്നത് എന്തുവാണ്? പാസ്കൽ എന്നല്ലേ? അപ്പോൾ പിന്നെ എന്താ പാസ്കൽ? ഇവിടെ ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള എന്താണ് സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് കൊടുത്തത്? പാസ്കൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊടുത്തത്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് എന്ത്? പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എല്ലായിടത്തും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ എഴുതുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് നമ്മളതിന് ചുരുക്കി എന്തെന്ന് വിളിച്ചു? പാസ്കൽ എന്ത് ചെയ്താൽ മതി? പി എ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്ത് കൊടുത്താൽ മതി? പി എ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മളതിന് എന്ത് വിളിക്കും? പാസ്കൽ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? പാസ്കൽ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി വേറൊരു സാധനം കൂടി കിടപ്പുണ്ട്. ഇതേ കിടക്കണം ATM. എന്താണ് ATM? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പ്രഷറിന് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും പറയാൻ പറ്റും. അതിപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ദേഹത്തൊരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഏത് പ്രഷറാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ ഭൂമി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഭൂമി ഇങ്ങനെ ഇരിക്കുകയാണ്. ഭൂമിക്ക് പുറത്തായിട്ട് ഗ്യാസ് കൊണ്ടുള്ളൊരു കവറിങ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ജോഗ്രഫി പഠിച്ചില്ല, ഞാൻ വീണ്ടും പറഞ്ഞു തരണോ? ജോഗ്രഫി ക്ലാസ് കാണുന്നവരല്ലേ അല്ലേ? നിങ്ങൾ പഠിച്ചവരല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ? ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിലോട്ട് എത്ര ഫോഴ്സ് കൊടുക്കുന്നു, അത് തന്നെയാണ് അടുത്ത പ്രഷർ. നമ്മളപ്പോൾ പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നും പറയും. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ അത് 1.32 × 10⁵ പാസ്കലാണ്. അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അത് 1.0135 × 10⁵ പാസ്കലിന് ഈക്വൽ ആണ്. വൺ വേർഡ് ഇത് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്തോളണം? പഠിച്ചു വെച്ചോളണം. അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ സീ ലെവലിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം മാറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കോമൺ പ്രഷർ. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാവോ? നമ്മൾ പല എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴും അവിടെ പ്രഷറിന് സ്ഥാനമുണ്ട്. പ്രഷർ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കിയൊക്കെ വയ്ക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? അതിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ ഇരുന്നല്ലേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. സോ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ 1.01325 × 10⁵ പാസ്കലാണ്. ഓക്കെ അല്ലടാ? അപ്പോൾ ഇതാണ് സംഭവം. ഓളി ഓർമ്മയുണ്ടല്ലോ പ്രഷർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് പഠിച്ചു വയ്ക്കണം, എന്തുകൊണ്ടാണ് ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്തിട്ട് ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ ഇത്രയും ഭാഗത്തിൽ ലിക്വിഡാണ് വയ്ക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഭാഗത്തൊന്നും എന്ത് വരത്തില്ല? ലിക്വിഡ് പ്രഷർ ഉണ്ടാവത്തില്ല. കാരണം എന്താ? ലിക്വിഡ് താഴെയല്ലേ കിടക്കുന്നുള്ളൂ. സോളിഡാണ് വെച്ചെങ്കിലോ? ഒരു പാത്രം ഞാൻ എടുത്തിട്ടെ ഇതിനകത്ത് ഒരു കഷ്ണം സോളിഡ് വെച്ചാൽ എന്ത് പറ്റും? ഈ സോളിഡ് ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ അതിൻ്റെ പ്രഷർ ഉണ്ടാവുകയുള്ളൂ. ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്യാസ് എവിടെയാണോ ഇരിക്കുന്നത് അത് ആ കണ്ടെയ്നർ മൊത്തത്തിൽ വ്യാപിച്ച് കിടക്കുന്നു എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിൽ മൊത്തം അത് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വ്യാപിച്ചിരിക്കുമ്പോൾ എന്ത് പറ്റും? ഈ വ്യാപിച്ചിരിക്കുന്ന എല്ലായിടത്തും മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? ഈ മോളിക്യൂൾസ് വെറുതെ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യാം? ഈ പറയുന്ന വാളുകളിലേക്ക് വന്ന് കൂട്ടിയിടിക്കാം. അങ്ങനെ വാളിലേക്ക് ഒരു ഫോഴ്സ്
കൊടുക്കാം. അങ്ങനെ ഈ പറയുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ, അങ്ങനെയാണെങ്കിൽ ഒരു ഏരിയയിൽ എത്ര ഫോഴ്സ് കൊടുക്കുന്നു എന്നതാണ് പ്രഷർ. അപ്പോൾ ഇവിടെ ആ സംഭവം പറയുന്നത് അല്ലേ. വൈ ഗ്യാസ് എക്സേർട്ട് പ്രഷർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഗ്യാസ് മോളിക്യൂൾ റാൻഡം മോഷനിലാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ആരുമായിട്ട്? കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട്. അങ്ങനെ കൊളൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇടിക്കുക, കൂട്ടിയിടിക്കുക, വന്ന് തട്ടുക. തട്ടുമ്പോൾ ഒരു ഫോഴ്സ് കൊടുക്കുകയല്ലേ സർഫസിൽ. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ഒരു യൂണിറ്റ് ഭാഗത്ത് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണോ അതാണ് ഗ്യാസിൻ്റെ പ്രഷർ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്, സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, എന്ത് തന്നെയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പാസ്കൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താ ഒരു പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പറയടാ, എന്താ ഒരു പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അപ്പോൾ നിങ്ങൾ പറയും സാറേ പ്രഷറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അതെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും ഫോഴ്സ് ബൈ ഏരിയയുടെ ഉത്തരം 1 എന്ന് കിട്ടുന്നത്? പ്രഷർ 1 ന്യൂട്ടൺ ആയിരിക്കുന്നു, ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 1/1 ഉത്തരം 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടും. ഈ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ അല്ലേ ഒരു പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാസ്കൽ എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? ഏത് ഒരു സർഫസിൻ്റെ ഏരിയ 1 മീറ്റർ സ്ക്വയറും അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടണുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 പാസ്കലായിരിക്കും. ഇതാണ് സംഭവം. ഏത് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ 1 പാസ്കൽ, 1 ന്യൂട്ടൺ, 1 ആംബിയർ എന്തെങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫോർമുല എടുത്ത് എഴുതുക. അതിൽ തന്നിട്ടുള്ള ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും കിടക്കുന്ന സാധനത്തിന് 1 എന്ന് അസ്യൂം ചെയ്യുക. ഇപ്പോൾ ഫോഴ്സ് ആയതുകൊണ്ട് ഫോഴ്സ് 1, ഏരിയ 1 മീറ്റർ സ്ക്വയർ ന്യൂട്ടൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 1 തന്നെ കിട്ടും. എന്നിട്ട് ഈ കാര്യം എഴുതി വെച്ചാൽ മതി. ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടണും ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ, ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടണും ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് 1 പാസ്കൽ ആയിരിക്കും. അതവിടെ പറയുന്നത് നോക്കിയോ. 1 പാസ്കൽ ഈസ് ദ പ്രഷർ. 1 പാസ്കൽ എന്ന് പറയുന്നത് ഏത് പ്രഷറാണ്? 1 ന്യൂട്ടൺ ഫോഴ്സ് 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറാണെന്ത്? 1 പാസ്കൽ. 1 പാസ്കൽ എന്ന് വെച്ചാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 1 പാസ്കൽ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? 1 ന്യൂട്ടൺ ഫോഴ്സും 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ആക്ട് ചെയ്താൽ അവിടെ ഉള്ള പ്രഷർ എത്രയാണോ അതാണെന്ത്? 1 പാസ്കൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പിടികിട്ടുന്നുണ്ട്. ഇവിടെ കോഡുകളും ഷോർട്ട് ട്രിക്കും ഒന്നുമില്ല. കാര്യം തലയിൽ കത്തിയാൽ കത്തിയത് തന്നെയാണ്. ഓക്കെ അല്ലടാ? അപ്പോൾ 1 പാസ്കൽ എന്താണെന്ന് ഓക്കെ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ നേരത്തെ പറഞ്ഞു. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ കിടന്ന സിമ്പിൾ പോയിന്റുകൾ ഞാൻ ചോദ്യോത്തര രീതി പറഞ്ഞു തരികയാണേ. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? വെയിറ്റ് ഓഫ് ദ എയർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ അല്ലെ. ഒരു നിശ്ചിത പോയിന്റ് നമ്മൾ എടുത്താൽ ആ പോയിന്റിന് മുകളിലായിട്ട് എത്രത്തോളം എയർ ഉണ്ട്, ആ എയർ എത്രത്തോളം ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് തന്നെയാണ് എന്ത്? ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദ എയർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.325 × 10⁵ പാസ്കൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, സാറ് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ചെറിയൊരു ഭാഗത്തിന് എന്തിനാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നതെന്ന്. എടാ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാം ചോദ്യ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടിയില്ലേ? എടാ, ചോദ്യം കാണാതെ പഠിച്ച് ഉത്തരം എഴുതുന്ന രീതിയൊക്കെ കഴിഞ്ഞു. കോൺസെപ്റ്റ് പഠിച്ചവനെ ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? A+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എപ്പോഴും നമ്മൾ കാര്യം പിടികിട്ടി മനസ്സിലാക്കി പഠിച്ചങ്ങ് വെച്ചാൽ അത് തലയിൽ ഇരുന്നോളും. 5 തവണ കാണാതെ പഠിക്കണ്ട. മനസ്സിലായില്ലേ? ഇവിടെ കാര്യം എന്ത്? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രഷർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരണം? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് ഓർമ്മ? ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ നിറഞ്ഞിരിക്കുന്ന ഗ്യാസിൻ്റെ മോളിക്യൂളുകൾ വന്ന് ആ വാൾസിൽ കൂട്ടിയിടിക്കുകയാണ് അല്ലെ. ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കി മനസ്സിൽ തോന്നുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു സമയം എത്ര ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് അതായിരിക്കും അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ അല്ലേ. അപ്പോൾ 1 പാസ്കൽ എന്ന് വെച്ചാൽ എന്താ? 1 ന്യൂട്ടൺ ഫോഴ്സ് 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്നൊക്കെ കിട്ടുന്നില്ലേ? ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ ഇതാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടെമ്പറേച്ചറിലോട്ടാണ്. എന്തുവാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് വീണ്ടും എടുക്കുകയാണ്. ഒരു കണ്ടെയ്നർ, അതിനകത്ത് ഗ്യാസ് ഇരിക്കുകയാണ്. ഈ ഗ്യാസ് മോളിക്യൂളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് എനർജി വേണം? അതിന് വേണ്ട എനർജിയുടെ പേരാണ് കൈനറ്റിക് എനർജി, ഗതികോർജ്ജം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്ത് പറയും? ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി
ഈ പറയുന്ന ഗ്യാസിന് കൊടുക്കുന്നത് ആരാണ്? അത് അവിടുത്തെ ഹീറ്റാണ്. അവിടുത്തെ ഹീറ്റാണ്. ഈ ഹീറ്റിൻ്റെ അളവ് തന്നെ അല്ലേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചറും ഗ്യാസുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഹീറ്റാണ് ടെമ്പറേച്ചർ, ഹീറ്റിൻ്റെ അളവാണ് ടെമ്പറേച്ചർ. ഹീറ്റ് കിട്ടുമ്പോൾ കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് അറിയാൻ അവിടുത്തെ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ പോരെ മതി. അപ്പോൾ അതാണ് സംഭവം. നോക്കിയോ, വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി റിക്വയർഡ്, വിച്ച് ഈസ് ദ എനർജി റിക്വയർഡ് ടു മൂവ് അല്ലേ പാർട്ടിക്കിൾ എയറിൽ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യാൻ ചലിപ്പിക്കാൻ വേണ്ട ഊർജ്ജം ഏതാണ്? അത് ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, നമ്മൾ ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? അത് കൂടുന്നു. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് പഠിച്ച കാര്യമാണ് അല്ലേ. സോ വെൻ എ ഗ്യാസ് ഈസ് ഹീറ്റഡ്, നമ്മൾ ഗ്യാസിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ഊർജ്ജം കൂടുന്നു. ഊർജ്ജം കൂടുമ്പോൾ അത് വേഗത്തിൽ മൂവ് ചെയ്യുന്നു. ഹെൻസ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് എന്ന് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം അല്ലേ. ആവറേജ് കൈനറ്റിക് എനർജി, ഗതികോർജ്ജത്തിൻ്റെ ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. സംഭവം പിടിയിട്ടു എന്താ ഞാൻ പറഞ്ഞതെന്ന്. ഇപ്പോൾ ഒരു പാത്രം നമ്മൾ എടുക്കുകയാണ്, പാത്രത്തിൽ നമ്മൾ ചൂടാക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ചൂടാക്കുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു ഊർജ്ജമല്ലേ, ഹീറ്റല്ലേ. നമുക്കറിയാം ഊർജ്ജം ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഹീറ്റ് എങ്ങോട്ട് പോകും? ഇവിടെയുള്ള മോളിക്യൂൾസിലോട്ട് പോകും. അപ്പോൾ മോളിക്യൂൾസ് അത് വെച്ചുകൊണ്ട് ചുമ്മാ ആയിരിക്കും ഇല്ല, അതെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിൻ്റെ വേഗത കൂടും. വേഗത കൂടുക എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു, ഗതികോർജ്ജം കൂടുന്നു. അപ്പോൾ താപനില കൊടുക്കുമ്പോൾ ഗതികോർജ്ജം കൂടുന്നു, താപനില കൊടുക്കുമ്പോൾ ഗതികോർജ്ജം കൂടുന്നു. അങ്ങനെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഇൻസ്ട്രുമെൻ്റ് തെർമോമീറ്റർ ആണ്. അതിന് 2 യൂണിറ്റിൽ നമ്മൾ പറയാറുണ്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. നമ്മൾ അധികം ഉപയോഗിക്കാറില്ല അല്ലേ, നമ്മളെപ്പോഴും ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കാം? അതിന് മുമ്പ് ടെമ്പറേച്ചർ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആക്കണ്ടേ? നോക്കടാ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു ഈസ് അക്വേർഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ഡ്യൂ ടു ദെയർ മൂവ്മെൻറ്റ്? ഏതാണ്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടും അല്ലേ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. സോ വൈ ഡസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഇൻക്രീസ് ഓൺ ഹീറ്റിംഗ് എന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വെൻ ഗ്യാസസ് ആർ ഹീറ്റഡ്, ഗ്യാസിനെ ചൂടാക്കുന്ന സമയത്ത് അതിലെ മോളിക്യൂളുകൾക്കുള്ള ഊർജ്ജം അല്ലെങ്കിൽ എനർജി കൂടുകയും അത് കാരണം അവർ കൈനറ്റിക് എനർജി കൂടുകയും, കൈനറ്റിക് എനർജി കൂടുമ്പോൾ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ കൂടുന്നു എന്ന് പറയാം. നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? കെൽവിനാണ്. എന്താണ്? കെൽവിനാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമുക്ക് ഐസ് തന്നെ അറിയാം അല്ലേ. ഐസ് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും, സാർ ഐസ് ഉണ്ടാകുന്നത് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉണ്ടാകുന്നത്. പക്ഷേ കെൽവിൻ സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം ഐസ് ഉണ്ടാവുന്നത് 273 കെൽവിനിലാണ്. എത്രയിലാണ്? 273 കെൽവിനിലാണ്. അപ്പം 0 ഡിഗ്രിക്ക് ഈക്വല് എത്ര കെൽവിൻ? 273 കെൽവിൻ. അപ്പോൾ എന്തായിരിക്കും 0 കെൽവിൻ? നമ്മൾ ടെമ്പറേച്ചർ വീണ്ടും കുറച്ച് നമ്മൾ ഒരു വസ്തുവിനെ തണുപ്പിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യുമെന്ന്. ഈ മൂവ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. നമ്മളതിനെ എന്ത് വിളിക്കും? അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കും. ആ അബ്സല്യൂട്ട് സീറോ ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വസ്തുവിന് ചലിക്കാൻ പറ്റാത്ത ലെവലിൽ തണുക്കുന്ന സമയം എത്രയാണത്? 0 കെൽവിൻ. ഓക്കെ, എത്രയായിരിക്കും അത്? 0 കെൽവിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് എത്രയ്ക്ക് ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആയിരിക്കും? -273 അല്ലേ. എത്രയ്ക്ക് ഈക്വൽ ആയിരിക്കും? -273 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആയിരിക്കും. ഇത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിലും ഒന്നുമില്ല, ഒറ്റ വാക്കില്ലാതെ പഠിച്ചു വയ്ക്കാം. ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പറയുന്നതാണ്. എടാ, ഐസ് തണുക്കുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. അതിന് തുല്യമായിട്ടുള്ള കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273. അപ്പോൾ നിങ്ങളടുത്ത് ഒരു ഡിഗ്രി സെൽഷ്യസിൽ തന്ന ടെമ്പറേച്ചറിനെ കെൽവിനിലോട്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ തന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് തന്നു. ഇതിനെ കെൽവിനിലോട്ട് മാറ്റാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എങ്ങനെ മാറ്റും? നിങ്ങൾക്കറിയാം 0 ഡിഗ്രി 273. അപ്പോൾ 10 ഡിഗ്രി 10 + 273 അല്ലേ. അപ്പോൾ ഈ തന്നേക്കുന്ന ടെമ്പറേച്ചറിനോടൊപ്പം 273 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? കെൽവിനിലുള്ള ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാൻ 273 കൂട്ടണം. ആ 273 എവിടെ നിന്ന് വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഐസാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ ഐസ് എന്താണ് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ 0 ആണെങ്കിൽ കെൽവിൻ സ്കെയിലിൽ അത് 273. ഇനി വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഡിഗ്രി സെൽഷ്യസിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതിൽ എത്രയായിരിക്കും? ഇത് 373 കെൽവിൻ ആയിരിക്കും. അപ്പോൾ വ്യത്യാസം എത്ര? 273. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 273. അപ്പോൾ ഡിഗ്രിയെ കെൽവിനിലാക്കാൻ 273 കൂട്ടുക, കെൽവിനെ തിരിച്ച് ഡിഗ്രിയിലാക്കാൻ 273 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി.
എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി, കിട്ടും. ഓക്കെ ആണല്ലോ? ആലോചിച്ച് നോക്കിയേ, 373 കെൽവിനെ ഡിഗ്രി ആക്കാൻ പറഞ്ഞാൽ ഇതിൽ നിന്ന് 273 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. തെറ്റ്. ഇതാണ് സംഭവം, ഇതാണ് കാര്യം. പിടികിട്ടിയോ? ഇതാണ് സംഭവം. നോക്കിയേ, കണ്ടോ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതും. ഓക്കെ, ടു കൺവേർട്ട് കോമൺ യൂണിറ്റ് ഓഫ് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസിനെ നിങ്ങൾ എന്തിലോട്ട് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്? കെൽവിനിലോട്ട് മാറ്റാൻ 273 ആഡ് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ഏറിയിൽ നിന്ന് വന്നതൊന്നുമല്ല 273, അത് വന്ന കാര്യമാണ് ഞാനിവിടെ എന്ത് ചെയ്തത് പറയാൻ ശ്രമിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകത്തില്ല, സാരമില്ല, കാര്യം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ മാറ്റാൻ +273 ചെയ്താൽ മതി. കെൽവിനാണ് സാധാരണ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി അങ്ങോട്ടും അത് തന്നെ ആവശ്യം വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടീസ്, മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് അവസാനിക്കുകയാണ്. ഇനി വരുന്നത് ഗ്യാസ് ലോ ആണ്. ഈ ഗ്യാസ് ലോ ഞാൻ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഇന്ന് തന്നെ ഞാൻ ആ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് പേടിക്കേണ്ട. ഇന്ന് രാത്രിക്ക് മുന്നേ അടുത്ത ഗ്യാസ് ലോയിലെ ഫസ്റ്റ് ബോയിൽസ് ലോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.